ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനിലും ഏറ്റവും കുറവ് ആൻസർ പറഞ്ഞേ ലച്ചു ആണല്ലോ. എന്ത് പറ്റി ലച്ചു? എന്താ നീ ഒന്നും പഠിച്ചില്ലേ? അത് പിന്നെ മിസ് ഒന്നും പറയാൻ കിട്ടണില്ല. അതെന്തൊന്നും കിട്ടാത്ത പഠിക്കാനിട്ടല്ലേ? അല്ല മിസ് പഠിച്ചിട്ടുള്ളൂ, പക്ഷെ കിട്ടണില്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വാ. ഓക്കെ മിസ്. ബാക്കിയുള്ളവരൊക്കെ കുറച്ചൊക്കെ ആൻസർ പറഞ്ഞല്ലേ? യെസ് മിസ്. അപ്പൊ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മിസ്. ചേടാ എനിക്ക് മാത്രം കൺഗ്രാറ്റുലേഷൻ അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സാം എടുത്തില്ലേ, അതിന്റെ പേപ്പർ ഓഫീസ് റൂമിൽ വെച്ച് മറന്നു. അന്ന് പോയിട്ട് എടുത്തു വന്നേ ലച്ചു. ഓക്കെ മിസ്. ഇതാ മിസ് പേപ്പർ. ഓക്കെ, ഇനി സീറ്റിൽ പോയിരുന്നോളൂ കേട്ടോ. ഓക്കെ മിസ്. ആമിന? യെസ് മിസ്. 40-ൽ 30 കേട്ടോ. അടുത്ത എക്സാമിൽ കുറച്ചും കൂടി പഠിക്കണം കേട്ടോ ആമിന. ഓക്കെ മിസ്. മാർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ മിസ്. ലച്ചു? യെസ് മിസ്. ഇങ്ങോട്ട് വാ. 40-ൽ 10. എന്താ ലച്ചു ഇത്, നീ പറ്റ പുറകോട്ട് പോയിക്കണല്ലോ? അത് പിന്നെ മിസ്. എന്ത് പിന്നേന്ന്? ഒന്ന് പഠിക്കാനിട്ടാണ്, അല്ലെങ്കിൽ നിനക്ക് ആദ്യമൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ എന്താ മാർക്ക് പറഞ്ഞേ? പോയി സീറ്റിലിരിക്കാനൊന്നും പറയുന്നില്ല. പാറു? യെസ് മിസ്. 40-ൽ 40. ഗുഡ് ഗേൾ. താങ്ക് യു മിസ്. ഹായ് പാറു, നിനക്ക് 40-ൽ 40 ഒക്കെ ഉണ്ടല്ലേ? ആ ഉണ്ടടി. കൺഗ്രാറ്റുലേഷൻ പാറു. താങ്ക്സ് ഡി. അബു? യെസ് മിസ്. 40-ൽ 4 മാർക്ക്. എന്താ അബു ഇത്? നീ എന്താ എക്സാമിനൊന്നും പഠിച്ചില്ലേ? കുറച്ചുള്ള പഠിച്ചിന് മിസ്. അത് നന്നായി, എന്നെ കൊണ്ടുപോയത്. വിഷ്ണു, നീ എന്താ എക്സാമിന് വരായിരുന്നു? അത് പിന്നെ മിസ് എനിക്ക് പനിയായിരുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ എക്സാം ഉണ്ടാകുമ്പോൾ ലീവാക്കാൻ നിൽക്കരുത് കേട്ടോ. ഓക്കെ മിസ്. എന്റെ മാത്രം കിട്ടില്ലല്ലോ. ശിവ? യെസ് മിസ്. അല്ല, എന്തിനാ അങ്ങോട്ട് പോന്നേ? ഒന്നിനല്ല മിസ്. എന്താ ശിവ ഇത്, നിനക്ക് ഫുൾ